ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ ഓൾറെഡി മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ട മറ്റൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ STD 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കുക. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 യൂണിറ്റ്സ്. ക്വസ്റ്റ്യൻ എ, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് അപ്രോപ്രിയേറ്റ് യൂണിറ്റ്സ്. നമുക്കിവിടെ ഓരോ ഒബ്ജക്റ്റും അതിന്റെ മെഷർമെന്റുമായിട്ടുള്ള ഒരു ടേബിൾ വന്നിട്ടുണ്ട്. അതിന് യൂണിറ്റ് എഴുതി കൊടുത്തിട്ടില്ല. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റ് നമ്മൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതണം. ബ്രാക്കറ്റിൽ വന്നിരിക്കുന്ന യൂണിറ്റ്സ് ഗ്രാം, കിലോഗ്രാം, അത് രണ്ടും വെയിറ്റിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ. പിന്നെ സെന്റിമീറ്റേഴ്സ്, മീറ്റേഴ്സ്, അത് രണ്ടും ലെങ്തിനാണ്. പിന്നെ മില്ലി ലിറ്റർ, ലിറ്റർ നമ്മള് ലിക്വിഡ്സ് ഒക്കെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ്. ഇനി ലെങ്ത് ഓഫ് പെൻസിൽ. പെൻസിലിന്റെ ലെങ്ത് 18 എത്രയായിരിക്കും? 18 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ വളരെ ചെറുതാവും അല്ലെ, ചെറിയതാവും. ഇങ്ങനെ വരില്ല, എന്തായാലും വരില്ല. നമ്മളുടെ ഒരു വിരലിന്റെ 2 ലൈനിന്റെ അത്രയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ, അതെന്തായാലും വരില്ല. പിന്നെ അതുപോലെ മീറ്റർ ആകുമ്പോൾ വളരെ വലിയ യൂണിറ്റ് ആവും. ഇത്രയും വലിയ പെൻസിൽ ഉണ്ടാവില്ല, കാരണം 100 സെന്റിമീറ്റർ ആണല്ലോ ഒരു മീറ്റർ. അപ്പൊ എന്താ വരിക? 18 സെന്റിമീറ്റേഴ്സ് ആണ്. വെയിറ്റ് ഓഫ് എ കേക്ക്. ഒരു കേക്കിന്റെ വെയിറ്റ് 800 കിലോഗ്രാം ഒരിക്കലും വരില്ല, അത്രയും നല്ല വെയിറ്റ് ഉള്ള കേക്ക് ഉണ്ടായിരിക്കില്ല. അപ്പൊ 800 ഗ്രാം ആയിരിക്കും. ഒന്നാമത്തേത് വാട്ടർ ഇൻ എ ബോട്ടിൽ. ഒരു ബോട്ടിലുള്ള വെള്ളം 500 ലിറ്റർ എന്തായാലും വരില്ല, കാരണം അത്രയും വെള്ളം കൊള്ളുന്ന ബോട്ടിലില്ല അല്ലെ. അപ്പൊ 500 മില്ലി ലിറ്റർ ആണ്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, വൈൽ മെഷറിംഗ് ദ ലെങ്ത് ദ മീറ്റർ സ്കെയിൽ ബ്രോക്ക് ഇൻടു 2 pieces. ഫ്രം ദ ബിലോ ഗിവൺ മെഷർമെന്റ്സ് ഓഫ് ദ ബ്രോക്കൺ പീസസ് പിക്ക് ഔട്ട് ദ കറക്റ്റ് വൺ, പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് വൺ. അപ്പൊ ഒരു മീറ്റർ സ്കെയില് പൊട്ടിപ്പോയി. ഒരു മീറ്റർ സ്കെയിൽ എന്ന് പറയുമ്പോൾ 100 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. മീറ്റർ സ്കെയില് പൊട്ടിപ്പോയി. അപ്പൊ താഴെ വന്ന ഈ അളവുകളിൽ ഏതായിരിക്കും കറക്റ്റ്, ആ പൊട്ടിയ 2 കഷ്ണങ്ങളുടെ അളവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന അളവുകൾ രണ്ടെണ്ണം കൂട്ടി നോക്കിയാൽ മതി. ആഡ് ചെയ്യുമ്പോൾ 100 വരുന്നത് ഏതാണോ അതായിരിക്കും ആൻസർ. അപ്പൊ എ പീസ് 1 75-ഉം പീസ് 2 35 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പൊ അത് വരുമോ മക്കളെ? നമ്മൾ നോക്കാം. 75 + 35 ആഡ് ചെയ്യുമ്പോൾ 110 ആണ് വരുന്നത്. സോ അത് വരില്ല. രണ്ടാമത്തേത് പീസ് 1 45, പീസ് 2 65. 45 + 65 110 ആണ്, അതും വരില്ല. മൂന്നാമത്തേത് പീസ് 1 50-യും പീസ് 2 40-യും. അപ്പൊ 40 + 50 എത്രയാണ്? അത് 90 ആണ്, അപ്പൊ അതും ആയിരിക്കില്ല. നാലാമത്തേത് പീസ് 1 40-യും പീസ് 2 60 സെന്റിമീറ്റേഴ്സും. അപ്പൊ 40 + 60 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 100 ആണ് വരുന്നത്. സോ ഡി ആണ് കറക്റ്റ്. ഇനി ആക്ടിവിറ്റി 2, സ്കൂൾ ആനിവേഴ്സറി. ഇൻ ദ ഗിവൺ ടേബിൾ ദ എമൗണ്ട് കളക്ടഡ് ഫ്രം പാരന്റ്സ് ഓഫ് ഈച്ച് സ്റ്റാൻഡേർഡ് ഫോർ ദ സ്കൂൾ ആനിവേഴ്സറി ഈസ് ലിസ്റ്റഡ്. ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെ കയ്യിൽ നിന്നും പിരിപ്പിച്ചെടുത്ത, സ്കൂൾ ആനിവേഴ്സറിക്ക് വേണ്ടി പിരിപ്പിച്ചെടുത്ത പൈസയാണ് താഴെ തന്നിട്ടുള്ളത്. നോക്കൂ. 1A ക്ലാസ് 1A 578 rupees, 1B 631 rupees, 2A 539 rupees, 2B 572 rupees, 3A 800 rupees, 3B 718 rupees, 4A 298 rupees, 4B 431 rupees. Question A, write the class and the amount which got the highest collection. ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ക്ലാസും രൂപയും എഴുതുക. അപ്പൊ ഇത് നോക്കിയാൽ തന്നെ അറിയാം, ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാ ഇതിലുള്ളത്? 800 ആണല്ലേ. സോ 3A 800 rupees ആണ് കറക്റ്റ്. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ക്ലാസ് ആൻഡ് ദ amount which got the least collection. അതായത് ഏറ്റവും കുറവ് കളക്ഷൻ കിട്ടിയ ക്ലാസും ആ തുകയും എഴുതാൻ. അപ്പൊ 4A ആണ് 298 rupees ആണ് ഏറ്റവും ചെറിയ സംഖ്യ. സോ ആൻസർ വരുന്നത് 4A 298 rupees. Question C, write the collected amount starting from the highest to the lowest. ഈ കളക്ട് ചെയ്ത എമൗണ്ടിൽ ഏറ്റവും വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതുക. ഏറ്റവും വലിയ സംഖ്യ 800 ആണ്. പിന്നെ 800 കഴിഞ്ഞാൽ പിന്നെ 718, പിന്നെ 700-ൽ വേറെ എമൗണ്ട് ഒന്നുമില്ല. പിന്നെ ഉള്ളത് 631. പിന്നെ അത് കഴിഞ്ഞാൽ 600-ൽ വേറെ എമൗണ്ട് ഒന്നുമില്ല. പിന്നെ 500-ലേക്കാണ്. സോ 578, പിന്നെ 572, പിന്നെ 539, പിന്നെ 500-ൽ വേറെ എമൗണ്ട് ഒന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് 431, പിന്നെ ഏറ്റവും കുറവ് എമൗണ്ട് 298. ഇങ്ങനെയാണ് വരുന്നത്. ഇതിലെ ഡി ക്വസ്റ്റ്യൻ, ദ പിക്ചർ ഷോസ് ദ നോട്ട്സ് ആൻഡ് കോയിൻസ് കളക്ടഡ് ഫ്രം എ ക്ലാസ്, റൈറ്റ് ദ നെയിം ഓഫ് ദ ക്ലാസ്. ഒരു ക്ലാസ്സിൽ നിന്ന് കളക്ട് ചെയ്ത നോട്ടുകളുടെയും കോയിൻസിന്റെയും ചിത്രമാണ് താഴെ തന്നിട്ടുള്ളത്. ഇത് ഏത് ക്ലാസ്സിൽ നിന്നാണെന്ന് എഴുതുക. നോക്കൂ മക്കളെ, 100-ന്റെ 3 നോട്ട് കിട്ടിയിട്ടുണ്ട്. സോ 100 + 100 + 100 300 ആണ്.
പിന്നെ 50യുടെ 2 നോട്ട്സ്, അപ്പൊ 300 പ്ലസ് 50 പ്ലസ് 50 400 ആണ്. പിന്നെ 20യുടെ ഒരു നോട്ട്, സോ 400 പ്ലസ് 20 ഇസ് ഈക്വൽ ടു 420 ആണ്. പിന്നെ 5 റുപ്പീസിന്റെ 2 കോയിൻസ് എന്ന് പറയുമ്പോൾ 10 ആയി, സോ 420 പ്ലസ് 10 430 ആണ്. പിന്നെ ഒരു 1 റുപ്പിയുടെ ഒരു കോയിനും, അപ്പൊ 431 കിട്ടിയ ക്ലാസ് ഏതാണ്? 4B ആണ്. Activity 4 chickens. Question A. When the chicks started to cry in hunger, the mother hen went to the south side of the yard and the rooster went to the north side of the yard. The mother hen came with 24 peas and the 4 chicks divided them equally. How many peas will each chicken get? ഇപ്പൊ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വിശന്ന സമയത്ത് അപ്പൊ കോഴി സൗത്ത് ഭാഗത്തേക്കും പോയി, അച്ഛൻ കോഴി പൂവൻകോഴി എന്നിട്ട് നോർത്ത് ഭാഗത്തേക്കും പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ അമ്മക്കോഴി വന്നു, എന്തുമായിട്ട്? ഒരു 24 പീസുമായിട്ട്, പയറുമണികളുമായിട്ട് വന്നു. 24 പയറുമണികളുമായിട്ട് വന്നു. അങ്ങനെ ഈ 4 കുട്ടികൾക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു. അപ്പൊ ഓരോ കുട്ടിക്കും എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് പീസ് എന്ന് പറയുന്നത് 24 ആണ്. അതായത് കിട്ടിയ പയറുമണികൾ 24 ആണ്. നമ്പർ ഓഫ് ചിക്സ് 4 ആണ്. നമ്പർ ഓഫ് പീസ് 1 ചിക്ക് ഗോട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കോഴിക്കുഞ്ഞിന് കിട്ടിയ പയറുമണി എത്രയായിരിക്കും? 24നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 24 divided by 4 is equal to 6. Question B. After some time, the rooster came with 12 peas. The chickens divided them equally. How many peas will each chicken get? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളുടെ പൂവൻകോഴി, അച്ഛൻ കോഴി ഒരു 12 പീസ് പയറുമണികളുമായിട്ട് വന്നു. ഇതും ഈ 4 കോഴിക്കുഞ്ഞുങ്ങളും ഈക്വലി ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? അപ്പൊ നമ്പർ ഓഫ് പീസ് എന്ന് പറയുന്നത് 12 ആണ്. നമ്പർ ഓഫ് ചിക്സ് 4 ആണ്. നമ്പർ ഓഫ് പീസ് 1 ചിക്ക് ഗോട്ട് എന്ന് പറയുന്നത് ഈ 12നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 12 divided by 4 is equal to 3 ആണ്. Question C. While starting eat, the chickens noticed that their parents hadn't got anything to eat. So they collected all the peas together and divided equally for all of them. How many peas will each one get now? ഇവർ കഴിക്കാൻ നിൽക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് ആലോചിച്ചത്, അവർ കണ്ടത്. അപ്പൊ അവരെന്ത് ചെയ്തു? അമ്മ കൊണ്ടുവന്ന 24 പീസും അച്ഛൻ കൊണ്ടുവന്ന 12 പീസും കൂടെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഇവർ 6 പേർക്കും കൂടെ തുല്യമായിട്ട് വീതിച്ചു. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് പീസ്, ആകെയുള്ള പയറുമണികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? അമ്മ കൊണ്ടുവന്ന 24ഉം അച്ഛൻ കൊണ്ടുവന്ന 12ഉം ഈക്വൽ ടു 36 ആണ്. പിന്നെ നമ്പർ ഓഫ് ചിക്സ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ചിക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4 കോഴിക്കുഞ്ഞുങ്ങളും പിന്നെ അച്ഛനും അമ്മയും. സോ 4 + 2 = 6 ആണ്. നമ്പർ ഓഫ് പീസ് 1 പേഴ്സൺ ഗോട്ട് അല്ലെങ്കിൽ 1 ചിക്ക് ഗോട്ട് എന്ന് പറയുന്നത്, ഒരാൾക്ക് കിട്ടിയ നമ്പർ ഓഫ് പീസ് എത്രയാണ്? ഈ 36നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. 36 divided by 6 is equal to 6 ആണ്. സോ ഓരോരുത്തർക്ക് 6 വീതം കിട്ടിയിട്ടുണ്ടായിരിക്കും. Activity 4. What is the time? Question A. Various activities of Tanvi in a day are given along with time. Draw the time in the clock. തമ്പി ഓരോ ദിവസം ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്, അതിന്റെ സമയം. ആ സമയം ഈ ക്ലോക്കുകളിൽ വരച്ചു ചേർക്കണം. സോ വേക്സ് അപ്പ് ഇൻ ദ മോർണിംഗ്, രാവിലെ എഴുന്നേൽക്കുന്നത് 6 o'clock 6 o'clock എന്ന് പറയുമ്പോൾ അവർ ഹാൻഡ് 6ന് നേരെയും മിനിറ്റ് ഹാൻഡ് 12ന് നേരെയുമാണ് വരിക. അതായത് വലിയ ഹാൻഡ്, കുറച്ച് കട്ടിയുള്ള ഹാൻഡാണ് അവർ ഹാൻഡ്, അത് 6ന് നേരെ വരയ്ക്കുക. പിന്നെ അധികം കട്ടിയില്ലാത്ത ഹാൻഡ് മിനിറ്റ് ഹാൻഡ് 12ന് നേരെ വരയ്ക്കുക. സ്കൂൾ ബിഗിൻസ്, സ്കൂൾ തുടങ്ങുന്നത് 10 o'clock. സോ അവർ ഹാൻഡ് 10ന് നേരെയും മിനിറ്റ് ഹാൻഡ് 12ന് നേരെയും വരയ്ക്കുക. മൂന്നാമത്തേത് ലഞ്ച്, ഉച്ചഭക്ഷണം കഴിക്കുന്നത് 1 o'clock ആണ്. അപ്പോൾ അവർ ഹാൻഡ് 1ന് നേരെയും മിനിറ്റ് ഹാൻഡ് 12ന് നേരെയും വരയ്ക്കുക. ഇതിലെ ബി ക്വസ്റ്റ്യൻ. ദ ടൈം തൻവി സ്പെൻസ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി ഈസ് ഗിവൺ ബിലോ. തൻവി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അത് എത്ര സമയം വീതം എടുക്കുന്നുണ്ടെന്നുള്ള ഒരു ടേബിളാണ് താഴെ തന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 15 minutes എടുക്കും, ലഞ്ച് കഴിക്കാൻ 20 minutes എടുക്കും, ടീ കുടിക്കാൻ 10 minutes എടുക്കും, ഗെയിം കളിക്കാൻ 1 hour എടുക്കും, ഡിന്നർ കഴിക്കാൻ 15 minutes എടുക്കും. ഹൗ മച്ച് ടൈം ഡസ് തൻവി സ്പെൻഡ് ഫോർ ഫുഡ് ആൻഡ് ഗെയിംസ്? അങ്ങനെയാണെങ്കിൽ തൻവി ആകെ ഭക്ഷണം കഴിക്കാനും കളിക്കാനും കൂടെ എത്ര സമയം എടുക്കുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ കളിക്കാനാകെ ഗെയിം കളിക്കാൻ 1 hour എടുക്കുന്നുണ്ട് അല്ലെ? അത് മാത്രമാണ് അവറിലുള്ളത്, ബാക്കിയൊക്കെ മിനിറ്റിലാണ്. അപ്പൊ നമുക്ക് ഈ മിനിറ്റിന്റെ എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യാം. 15 + 20 + 10 + 15 ടോട്ടൽ 60 ആണ്. 60 minutes ആണ്. 60 minutes എന്ന് വെച്ചാൽ 1 hour ആണ്. സോ ആ ഗെയിമിന്റെ 1 hourഉം ഈ ഭക്ഷണം കഴിക്കുന്ന 1 hourഉം കൂടെ ആഡ് ചെയ്യുക. 1 + 1 2 hours ആണ്. ടോട്ടൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം 2 hours ആണ്. ആക്ടിവിറ്റി 5 മോർ വെയിറ്റ്. നമുക്കിവിടെ ഓരോ കുട്ടികളുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. നോക്കൂ,
ഫസ്റ്റ് കുട്ടിക്ക് 26 കിലോഗ്രാം ആണ്, രണ്ടാമത്തെ കുട്ടിക്ക് 28 കിലോഗ്രാം ആണ്, മൂന്നാമത്തെ കുട്ടിക്ക് 30 കിലോഗ്രാം ആണ്, നാലാമത്തെ ആൾക്ക് 24 കിലോഗ്രാം ആണ്, അഞ്ചാമത്തെ ആൾക്ക് 28 ആണ്, ആറാമത്തെ ആൾക്ക് 29 കിലോഗ്രാം ആണ്, ഏഴാമത്തെ ആൾക്ക് 26, എട്ടാമത്തെ ആൾക്ക് 25, ഒൻപതാമത്തെ കുട്ടിക്ക് 26, പത്താമത്തെ ആൾക്ക് 27 കിലോഗ്രാം. അങ്ങനെയാണ് വരുന്നത്. കംപ്ലീറ്റ് ടേബിൾ ഐഡന്റിഫൈങ് ദ വെയ്റ്റ്സ് ഓഫ് ദ ചിൽഡ്രൻ ഗിവൺ അബവ്. നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ ഓരോ കുട്ടിയുടെ എണ്ണവും ഈ കുട്ടിയുടെ വെയിറ്റ് എത്ര എന്നുമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കിയിട്ട് ഓരോ കുട്ടിയുടെ വെയിറ്റ് എത്ര എന്ന് ടേബിളിൽ എഴുതി കൊടുക്കാം. ആദ്യത്തെ കുട്ടി 26 കിലോഗ്രാം, രണ്ടാമത്തെ 25, മൂന്ന് 30, 4 24, 5 28, 6 29, 7 26, 8 25, 9 26, 10 27. ഇതിലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് വെയിറ്റ് ഇസ് റിപ്പീറ്റഡ് മോർ ടൈംസ്, പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് ആൻസർ. ഇതിൽ ഏത് വെയിറ്റ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നത് അതിന് നേരെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കണം. 30, 26, 25, 24. 26 കിലോഗ്രാം ആണ്. മൂന്ന് കുട്ടികൾക്ക് 26 കിലോഗ്രാം ഉണ്ട്. ക്വസ്റ്റ്യൻ സി, ബേസ്ഡ് ഓൺ ദ ടേബിൾ പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ് ടു യുവർ ഫ്രണ്ട്. ഈ ടേബിൾ നോക്കിയിട്ട് നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുക. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഞാൻ എഴുതിയിരിക്കുന്നത് വിച്ച് ചൈൽഡ് വെയ്സ് ദ മോസ്റ്റ്, ഹൗ മച്ച്. ഏത് കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ളത്, എത്രയാണ്. മൂന്നാമത്തെ കുട്ടിയാണ് 30 കിലോഗ്രാം ആണ്. ആക്ടിവിറ്റി 6, ഡ്രോയിങ് കിറ്റ്. A drawing competition was conducted for LP students as part of school anniversary. One winner from each standard was identified. Winners were given drawing kits. സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിൽ LP കുട്ടികൾക്കായിട്ട് ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തി. 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക്, ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിലെ ഓരോ വിജയികൾക്ക് ആണ് ഡ്രോയിങ് കിറ്റ് സമ്മാനമായി കൊടുക്കുന്നത്. അപ്പൊ കൊടുക്കുന്ന ഡ്രോയിങ് കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതിന്റെ പ്രൈസ് എത്ര നമുക്ക് അവിടെ തന്നിട്ടുണ്ട് നോക്കൂ. കളറിംഗ് ബുക്ക് 15 റുപ്പീസ്, ക്രയോൺസ് 10 റുപ്പീസ്, പെൻസിൽ 5 റുപ്പീസ്, വാട്ടർ കളർ 25 റുപ്പീസ്, ബ്രഷ് 20 റുപ്പീസ്. ക്വസ്റ്റ്യൻ എ, ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു പർച്ചേസ് ഡ്രോയിങ് കിറ്റ് ഫോർ ദ വിന്നേഴ്സ്. വിജയികൾക്ക് ഡ്രോയിങ് കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്ര രൂപയാവും. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം, പ്രൈസ് ഓഫ് 1 കിറ്റ്, ഒരു കിറ്റിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതാണ് അല്ലെ. 15 plus 10 plus 5 plus 25 plus 20, 75 റുപ്പീസ് ആണ്. There are 4 classes in total. ടോട്ടൽ 4 ക്ലാസ്സുകളുണ്ട്. 1 winner in each class. ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു വിന്നർ ആണ്. സോ ടോട്ടൽ 4 winners. അതുകൊണ്ട് ടോട്ടൽ 4 ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ടു ബി പെയ്ഡ്, കൊടുക്കേണ്ട ആകെ ചെലവാകേണ്ട തുക എത്രയാണ്, 74 into 4 equal to 300 റുപ്പീസ് ആണ്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, 2 students from each class are given the drawing kits. How much money is needed? Put a tick mark on the correct answer. ഇനി ഓരോ ക്ലാസ്സിൽ നിന്നും 2 കുട്ടികളാണ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആകെ എത്ര രൂപയാവും കിറ്റ് കൊടുക്കാൻ എന്നാണ് ചോദ്യം. അപ്പൊ ഒന്നുകിൽ ഇതുവരെ നമ്മൾ എന്താണ്, ഒരു കുട്ടികളാണെങ്കിൽ 300 റുപ്പീസ് ആവും അല്ലെ. അപ്പൊ 2 കുട്ടികളാകുമ്പോൾ 300 into 2 എത്ര വരും, 600 വരും. അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം, ഒരു കുട്ടിക്ക് ആവുന്നത് 75 റുപ്പീസ് ആണ്. സോ ഓരോ ക്ലാസ്സിൽ നിന്നും 2 കുട്ടികൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ 8 കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ ടോട്ടൽ 75 into 8, അപ്പോഴും 600 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ സി, 2 500 rupee notes were given for buying the drawing kits. How much will be the balance? 2 500 നോട്ടുകളാണ് കിറ്റ് വാങ്ങാനായിട്ട് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ബാലൻസ് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. സോ 2 500 നോട്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഗിവൺ എന്ന് പറയുന്നത് 500 plus 500 equal to 1000 റുപ്പീസ് ആയിരിക്കും. എമൗണ്ട് സ്പെൻഡ് ഓൺ ഗിഫ്റ്റ്സ്, എത്രയാണ് ഗിഫ്റ്റ് വാങ്ങാനായത്, 600 റുപ്പീസ് ആണ്. സോ റിമൈനിങ് എമൗണ്ട് ടു റിസീവ്ഡ്, എമൗണ്ട് റിസീവ്ഡ് അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് എത്ര, ഈ 1000 നിന്ന് 600 മൈനസ് ചെയ്യുക. 1000 മൈനസ് 600 equal to 400 റുപ്പീസ് ആണ് ബാലൻസ് വരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് അപ്പം മക്കൾ നമുക്ക് ഈ ചോദ്യ പേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ്സിൽ ഷെയർ ചെയ്യുക. അതുപോലെ 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യ പേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.